എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയിൽ നടന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ട്രാൻസ്ഫർ ന്യൂസുകളും അതുപോലെ തന്നെ കുറച്ച് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ച എന്ന് പറയുന്നത് എസ്പെഷ്യലി യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വീക്കായിരുന്നു. അതായത് ബെഞ്ചമിൻ സെസ്കോനൊക്കെ സൈൻ ചെയ്യാൻ സാധിച്ചു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാഞ്ചസ്റ്റർ സിറ്റി പ്ലെയർ ആയിട്ടുള്ള ജാക്ക് ഗ്രീലിഷിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ആ ഒരു 2020 യൂറോയിലൊക്കെ മിന്നിത്തിളങ്ങി കളിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലെയറാണ് ഗ്രീലിഷ്. അതിനുശേഷം ഈ ഒരു സിറ്റിക്ക് പോയി. സിറ്റിയിൽ പല ആൾക്കാരും പറയുന്നുണ്ടെങ്കിലും ഒരു നല്ല പ്ലെയർ ആയിരുന്നു സിറ്റിയിൽ ജാക്ക് ഗ്രീലിഷ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ഇന്ത്യൻ താഴത്തേക്കാണ് ഞാൻ ജാക്ക് ഗ്രീലിഷിന് സിറ്റിയിൽ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത്. അത്രയും ഒരു ആസ്റ്റൺ വില്ലയിൽ കളിച്ച ജാക്ക് ഗ്രീലിഷ് ഒന്നും അല്ല സിറ്റിയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ആ ഒരു പൊട്ടൻഷ്യലിനനുസരിച്ചിട്ടുള്ള ജാക്ക് ഗ്രീലിഷിനെ സിറ്റിയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതിന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രീലിഷ് ഈ ഒരു സീസണോട് കൂടി സിറ്റി വിടും എന്നുള്ളത് തന്നെയായിരുന്നു ആ ഒരു റിപ്പോർട്ടുകളൊക്കെ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം എവേർട്ടണ് ഈ ഒരു ഗ്രീലിഷിനെ സൈൻ ചെയ്യാൻ എവേർട്ടൺ ഏകദേശം സെറ്റിൽഡ് ആണ് എന്നുള്ളതാണ്. ഏകദേശമൊക്കെ എല്ലാ കാര്യം അവസാനത്തിലേക്ക് എത്തി. ഇനി ഏകദേശം ഒരു ഇത് വരാൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഹെർവിഗോ ഫാബ്രിസോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, പക്ഷെ ഈ ഒരു പ്ലെയറും ഈ എവേർട്ടണും തമ്മിലൊരു ഇതിലേക്ക് എത്തി. ഇനി ഒരു 2 ദിവസത്തിനുള്ളിൽ ഇതൊരു ഹെർവിഗോ ആയിട്ട് വരും എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീൽ കൺഫേം ആകും എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അപ്പം ഗ്രീലിഷ് സിറ്റി വിടുകയാണെന്നുള്ളത് തന്നെയാണ്. ഇനി മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ബാഴ്സ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇതാണ്. അതായത് അൽ നസറിന്റെ സൈനിങ് ആണ്. അതായത് ഇനിഗോ മാർട്ടിനസ് എന്ന് പറയുന്ന ബാഴ്സന്റെ ഒരു ട്രൂ ബാഴ്സ ഫാൻ, അല്ല ട്രൂ ബാഴ്സ പ്ലെയർ എന്നൊക്കെ പറയുന്നത്. ഇത്രയും നല്ലൊരു പ്ലെയർ എങ്ങനെ ബാഴ്സ വിട്ടു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയാത്തത്. അതായത് ഇയാൾ ഒരു പ്രോപ്പർ ബാഴ്സ ഫാനാണ്. അതിനുപരി നല്ല മികച്ച രീതിയിൽ റയൽ മാഡ്രിഡിനെതിരെ എസ്പെഷ്യലി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ് ഇനിഗോ മാർട്ടിനസ് എന്ന് പറയുന്നത്. ഇയാളിപ്പോ അൽ നസറിൽ ജോയിൻ ചെയ്തിട്ടാണ്. ഈ ഒരു ട്രാൻസ്ഫറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 2-3 മണിക്കൂറിനുള്ളിലാണ് ഇതാണ് ഡണ്ടീലായത്. അത്രയും പെട്ടെന്നായിരുന്നു ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മേ ബി ബാഴ്സ സാലറി കൂട്ടി ഓഫർ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ഈ ഒരു പ്ലെയർ ലെഫ്റ്റ് ആകാൻ കാരണം. അപ്പം ഇനിഗോ മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്ലെയർ കീ പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം നഷ്ട സൈനിങ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയറിന്റെ പോക്ക് ബാഴ്സനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അടുത്തത് എന്ന് പറയുന്നത് അൽ നസർ റിലേറ്റഡ് ആണ്. ഈ ഒരു ബയർൺ മ്യൂണിക്കിന്റെ കിങ്സ്ലി കോമൻ, ആ 2020 UCL ഫൈനലിൽ അടക്കം ഗോൾ അടിച്ചിട്ടുള്ള കിങ്സ്ലി കോമന് വേണ്ടി ഈ ഒരു അൽ നസർ രംഗത്തുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് മറ്റൊരാളത് പറയാന്നുള്ളതെങ്കിൽ ബെഞ്ചമിൻ സെസ്കോനെയാണ്. ബെഞ്ചമിൻ സെസ്കോ എന്ന് പറയുന്നത് നമുക്കറിയാം 2 ക്ലബ്ബുകൾ മാർക്കറ്റിൽ ഈ ഒരു പ്ലെയറിന് വേണ്ടി നല്ല രീതിയിൽ ഇത് റൈസ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫൈനലി ഈ ഒരു യുണൈറ്റഡ് വിൻ ചെയ്തിട്ടാണ്. അതായത് യുണൈറ്റഡിന്റെ ചരിത്രത്തിൽ തന്നെ ഏകദേശം ഏറ്റവും മോശപ്പെട്ട 2ാമത്തെ സീസണാണ് കഴിഞ്ഞ സീസൺ. ഏകദേശം റെലഗേഷൻ എത്തിയില്ല. അതിന് മുന്നേ എന്തോ ഭാഗ്യത്തിന് കഴിച്ചിലായി എന്ന് പറയുന്ന ആ ഒരു രീതിയിലായിരുന്നു കഴിഞ്ഞ സീസണിൽ. എന്നിട്ട് പോലും ഈ ഒരു പ്ലെയറിന് എതിരല്ല. അതായത് ന്യൂ കാസ്റ്റിൽ എന്തായാലും അടുത്ത സീസണിൽ UCL ഒക്കെ കളിക്കും. പക്ഷെ ഈ ഒരു UCL കളിക്കുന്ന ന്യൂ കാസ്റ്റിലിന് മേലെ ഈ ഒരു സെസ്കോ സെലക്ട് ചെയ്ത ഈ ഒരു യുണൈറ്റഡ് ആണ്. അപ്പൊ യുണൈറ്റഡിന്റെ ആ ഒരു പ്രതാപകാലം മനസ്സിലുകൊണ്ട് തന്നെയാകും. അപ്പം സെസ്കോനെ യുണൈറ്റഡിന് കിട്ടിയേക്കാണ്. ന്യൂ കാസ്റ്റൽ ആ റൈസിൽ തോറ്റിട്ടുണ്ട്. ഇനിയിപ്പോ ന്യൂ കാസ്റ്റലിന്റെ ലിസ്റ്റിലുള്ള മറ്റൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ കോളോ മുവാനിയാണ്. കോളോ മുവാനി ജുവൻഡസിൽ ഈ ഒരു ലോണിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു. PSG ജുവൻഡസിൽ. അത് ഈ ഒരു സീസണിൽ എനിക്ക് അത്ര ഉറപ്പില്ല. പക്ഷെ ഈ സീസണിൽ ജുവൻഡസ് ഈ പ്ലെയറിനെ സൈൻ ചെയ്തെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പം ഈ ഒരു പ്ലെയറിനെ ന്യൂ കാസ്റ്റലിന് വേണം, അല്ലാന്നുണ്ടെങ്കിൽ ന്യൂ കാസ്റ്റിൽ ഈ ഒരു ഇസാക്കിനെ റിപ്ലേസ് ചെയ്യാൻ പരിഗണിക്കുന്ന ഒരു ഓപ്ഷനാണ് കോളോ മുവാനി എന്ന് പറയുന്നത്. ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സെന്റർ ഫോർവേഡിന്റെ ന്യൂ കാസ്റ്റിലും തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സൈനികളും മൂഞ്ചിയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരെ ടാർഗറ്റ് ഒക്കെ ന്യൂ കാസ്റ്റിലെ മൂഞ്ചിപ്പിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോളോ മുവാനി ഈ ന്യൂ കാസ്റ്റിൽ ചൂസ് ചെയ്യുമോ എന്നുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ ജുവൻഡസ് കോളോ മുവാനിനെ വിട്ടുകൊടുക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയാം. അപ്പം അതാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. മറ്റൊന്നെന്ന് പറയുന്നത് ഡാർവിൻ ന്യൂനസ് ആണ്. നമുക്കറിയാം കഴിഞ്ഞ 2-3 സീസണിലായിട്ട് ലിവർപൂളിന്റെ പ്ലെയർ ആണ്. ഈ ഒരു ക്ലോപ്പിന്റെ കാലത്തിൽ ക്ലോപ്പ് കൊണ്ടുവന്നതാണ്. അന്ന് കൊടുന്നപ്പം ഇന്നിപ്പോ സെസ്കോനെ യുണൈറ്റഡ് സൈൻ ചെയ്തപ്പം ഹാലൻഡിനെ റിപ്ലേസ് ചെയ്യുന്ന ഈ ഒരു യുണൈറ്റഡ് ഫാൻസ് പറയുന്ന പോലെ അന്ന് ലിവർപൂൾ ഫാൻസ് പറഞ്ഞതാണ് ഡാർവിൻ ന്യൂനസ്, ന്യൂ ഹാലൻഡ്, ന്യൂ ടോപ്പ് സ്കോർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന പ്ലെയർ ആണ്. പക്ഷെ ന്യൂനസിന് കാര്യമായിട്ടൊരു പ്രകടനം ഒരു ലിവർപൂൾ ജേഴ്സിയിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കുറെ ഗോളുകൾ അടിക്കാനുള്ള അവസരങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും അത് മിക്കതും ഒന്നല്ലെങ്കിൽ ഓഫ് ടാർഗറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ബാർ പോസ്റ്റ് ഇങ്ങനെ തട്ടി
തട്ടി ഒരു ലിവർപൂൾ ഫാൻസിനോട് തന്നെ ചോദിച്ചാൽ അവർക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ ഈ ഒരു പ്രീ സീസണിലൊക്കെ നല്ലൊരു മികച്ച പെർഫോമൻസ് ഈ ഒരു ഡാർവിൻ ന്യൂനസിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ന്യൂനസിനെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അൽ ഹിലാൽ സൈൻ ചെയ്തു എന്നുള്ളതാണ് ഇത് പറയുന്നത്. അപ്പോൾ ന്യൂനസ് ലിവർപൂൾ വിട്ടു, അതാണ് മറ്റൊരു ന്യൂസ്. ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത് ന്യൂ കാസ്റ്റിലിന്റെ ഒരു സെന്റർ ബാക്ക് സൈനിങ് ആണ്. എ സി മിലാനെ സംബന്ധിച്ചിടത്തോളം എ സി മിലാന്റെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ സ്ക്വാഡിലുള്ള പ്ലേയേഴ്സിനെ അതുപോലെ അവിടെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു UCL അടിക്കാനുള്ള ടീം അവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ ഒരു പ്രതാപകാലമൊന്നും ഓർക്കാതെ ഒരു ആവറേജ് ടീമിനെ പോലെ എന്താണ് ഇപ്പോ നമ്മളിപ്പോ പറയുന്നത് ബ്രൈറ്റനൊക്കെ പോലെ, അതായത് കുറച്ച് പ്ലേയേഴ്സ് വരും, ആ പ്ലേയേഴ്സിനെ അടുത്ത സീസണിൽ സെല്ലാക്കും, പുതിയ ടീമിനെ ഒരു അക്കാഡമിക് ലെവലിൽ മാറിപ്പോകുന്നുണ്ടോ എ സി മിലാന്. ആ ഒരു UCL പ്രതാപമൊന്നും ഓർമ്മയില്ല വരയ്ക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല പ്ലേയേഴ്സിനെ കൊടുക്കുകയാണ്. എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ടൊണാലിയൊക്കെ എന്തൊരു മികച്ച പെർഫോമൻസ് ആയിരുന്നു അറിയാം ആ ഒരു മിഡിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ആ ടൊണാലിനെ ന്യൂ കാസ്റ്റിലിന് കൊടുത്തു. അതിനുശേഷം ഈ കഴിഞ്ഞ സീസണിൽ ആ ഒരു സ്ക്വാഡിൽ നല്ല ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു റൈൻഡേഴ്സ്. ആ ഒരു പ്ലെയറിനെയാണെന്നുണ്ടെങ്കിൽ സിറ്റി സൈൻ ചെയ്തു. സിറ്റിയിൽ ഇപ്പൊ നല്ല വൻ ഫോമിലാണ് മൂപ്പര് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത സീസണിൽ സിറ്റിക്ക് നല്ലൊരു മുതൽക്കൂട്ടാകാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയറാണ്. എക്സ്പെഷ്യലി ഈ ഒരു റോഡ്രി ആ ഒരു ACL കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് വലിയ രീതിയിൽ ഫോം ആകാൻ കഴിഞ്ഞിട്ടില്ല റോഡ്രി. അപ്പോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ AC മിലാൻ ഇത് എങ്ങോട്ടാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. കാരണം AC മിലാൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ ഒരു പ്ലേയേഴ്സ് ഫുള്ള് സൈനിങ്ങും അത്ര ബെറ്റർ സൈനിങ് ആണെന്നൊന്നുമില്ല. പക്ഷെ എന്താ പറയാ, ആ ഒരു ടീം ഉയർന്നു വരുന്ന ഒരു ഇതൊന്നും ഇല്ല. ഒരു പണ്ടത്തെ AC മിലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ 2010 പോയാൽ മതി. 2010 പോകുമ്പോൾ തന്നെ AC മിലാന്റെ ആ ഒരു നമ്മുടെ ഈ ഒരു കേരളത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ മിക്ക ആൾക്കാരത്തും ഉണ്ടാകും AC മിലാന്റെ ഒരു ജേഴ്സി. അതാണ് അന്നത്തെ ആ ഒരു AC മിലാന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു AC മിലാന്റെ സെന്റർ ബാക്ക് ആയിട്ടുള്ള മാലിക് തിയാവിനെ ഈ ഒരു ന്യൂ കാസ്റ്റിൽ സൈൻ ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഏകദേശം ഹെറിവിഗോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫാബ്രിസിയോ റൊമാനോ. അപ്പോൾ അതിൽ ഇനിയും നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട് ഈ ഒരു AC മിലാന്റെ സ്ക്വാഡിൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതൊക്കെ ഏകദേശം ഇപ്പൊ തിയോ ഹെർണാണ്ടസിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ തിയോ ഹെർണാണ്ടസിനെ പോലും അവർ കൊടുത്തു എന്നുള്ളതാണ്. അവരെ ക്യാപ്റ്റൻ ആയിരുന്നു. ആ ലെഫ്റ്റ് ബാക്കിൽ അത്രയും മികച്ച പ്ലെയറിനെ ഇനി അവർക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്, എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത് ആർക്കും മനസ്സിലാകണില്ല, അത്രേ ഉള്ളൂ. ഇത് എനിക്കിപ്പോ ഇങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടമുള്ള ടീമാണ് AC മിലാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു AC മിലാന് അങ്ങനത്തെ ഒരു ഇതും പാടെ കണ്ടു. ഇനി അടുത്ത സീസണിൽ ഈ സീസണിൽ ചിലപ്പം ആ ഒരു കുറച്ച് കയറ്റി വന്നു കണ്ട് ഈ ഒരു പുതിയ സൈനിങ്സ് ഒക്കെ തിളങ്ങാൻ ചാൻസ് ഉണ്ട്. അത് അടുത്ത സീസണിൽ ഇവരെ കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു AC മിലാന്റെ ഘടന പോകുന്നത്. പക്ഷെ ലാസ്റ്റ് 2-3 സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സീരിയ നേടാനൊക്കെ AC മിലാന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഞാൻ അടുത്ത് പറയാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.